السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسول الله أجمعين. أما بعد، ولو يؤخر الله نفسا إذا جاء أجلها لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بكم صلاة നിത്യമിൽ ചെയ്ത ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ ബദരീകളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഏറ്റവും ബഹുമാനമുള്ള അതുപോലെ ഈ മഹല്ലിൽ ഉസ്താദന്മാർ, കമ്മിറ്റിക്കാർ, നിവാസികൾ, അതുപോലെ മദ്രസ പഠിക്കുന്ന ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ യുവാക്കൾ, അതുപോലെ തന്നെ വയസ്സ് എന്ന് പറഞ്ഞാലും ശ്രദ്ധൻ്റെ അടുത്ത് അവർ തന്നെ അൽഹംദുലില്ലാഹ് സുദീർഘമായ പ്രസംഗത്തിനോ അല്ലെങ്കിൽ നസീഹത്തിനോ അല്ല. കാരണം സമയം അങ്ങേയറ്റായി. നിങ്ങളെ നിന്ദിക്കേണ്ട അള്ളാഹു നിർത്തിക്കഴിഞ്ഞാൽ ഒക്കെ നാളത്തെ പരിപാടികളൊക്കെ അതിനാണ് എന്താ പറഞ്ഞത്? നമ്മൾ അജലെത്തിയാൽ എല്ലാവരും മിക്സഡ് പോകും. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് എന്തുണ്ടാവുക വൈകിക്കൂല. അതിൻ്റെ അദബിയാതിലുള്ളൊരു റഹ്മത്തിനാണ് നമ്മളെ ബാപ്പ. അപ്പം അതിൻ്റെ അദബിലുള്ള വർത്താനം പറയും. അപ്പോ തൊട്ട് ശേഷം ഞാൻ ഏറ്റവും ജലീലും സ്വലാത്തും ചെയ്ത ഹർഷവും സത്യ ഈമാനുള്ളത് ചെയ്ത് മദീങ്ങളെ ഇതെല്ലാം അടങ്ങിയ റോണായി മാത്രം. എന്റെ ഉപ്പാന്നുള്ളത് കൊണ്ട് ഞാൻ മഹത്വം പറയുന്നില്ല. പകരം അല്ലാഹുവിന്റെ നിഅമത്ത് തന്നു. ഫലമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നതായതുകൊണ്ട് അൽഹംദുലില്ലാഹ് ആ ഉപ്പാനുമായി ജനിക്കാൻ കിട്ടി എന്നതുപോലെ ആ വ്യക്തി ചെയ്യുന്നതുണ്ടാകുന്നത് ആ വ്യക്തി ചെയ്ത കാര്യം പറയാണല്ലോ. അതാണ് ആ പറഞ്ഞത്. നിത്യമിൽ സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ സ്വലാത്താണ് ഫുൾ ടൈം. എല്ലാവർക്കും അറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയാം. 33 വർഷമായി പുറത്ത് വന്നിട്ട് അതിന് 33 വർഷം എന്ന് പറഞ്ഞാൽ എത്ര? 12 വർഷം അടങ്ങുന്ന ഒരു വർഷം, 12 മാസം അടങ്ങുന്ന ഒരു വർഷം, അങ്ങനെ അടങ്ങിയത് 33. ആ 33 വർഷത്തിൽ 12 മാസത്തിൽ ഓരോരുത്തർ ഈ അടുക്കളിൽ മാത്രമാണ് അധികം നാട്ടിലുണ്ടെങ്കിലും ആദ്യകാലത്തൊക്കെ മാസത്തിൽ 4 ദിവസം നാട്ടിലേക്ക് വരും. അപ്പൊ അതിന്റെ അടുത്ത പ്രകൃതി എവിടെയാണ്? നിങ്ങളെ നാടിന്റെ തൊട്ടടുത്ത പ്രദേശമായ കോറത്ത്. അവിടെ എന്താ ബാപ്പാന്റെ പണി? ഫിത്ന ഉണ്ടാക്കലാണോ? ഒരു നാട്ടിൽ വന്നിട്ട് ഒരു ഉസ്താദ് വന്നാൽ ഒരു സയ്യിദ് വന്നിട്ട് ഫിത്ന ഉണ്ടാക്കലാണോ? അതല്ല. വെറുതെ അവിടെ വന്നിട്ട് പച്ചശാളിട്ട് ഒരു തേങ്ങായി കുറെ തസ്ബീഹ് പിടിച്ച് നടക്കാനാണ്.
പഠിച്ചപ്പോൾ പഠിച്ചതിന്റെ ശേഷം എന്താ, അഥവാ നമുക്കൊരു അവധി മാത്രമാണ് സനദ് എന്ന സാധനം ആലിമീങ്ങൾക്ക് ബോധിക്കുന്നത്. ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഉലമാഇന്റെ കടമയാണ് നമ്മൾ ദീൻ പറയാൻ. അങ്ങനെയൊക്കെ ആ സനദ് വാങ്ങി, അഥവാ എന്റെയും നിങ്ങളെയും ഷെയ്ഖായ ഉപ്പാന്റെയും ഷെയ്ഖും ഉസ്താദും എല്ലാം അടങ്ങിയ അത് കിട്ടൽ വളരെ കുറവാണ്. ഷെയ്ഖാന്ന്, ഉസ്താദാന്ന്, ഗുരുവര്യരാണ്, 3 അടങ്ങിയ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഷെയ്ഖാന്ന് ആരും താജുള്ള, ഉപ്പയും ഉസ്താദ് ആ പാപ്പാനടുത്ത് നമുക്ക് പ്രബോധനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വരെ എനിക്ക് പഠിക്കാം. രാമനാൾ ഒരാളോ എനിക്ക് കാമ്യനായിട്ട് ആരും ഇല്ല. അപ്പൊ കുറച്ച് പഠിച്ചിട്ട് ബാക്കി നിങ്ങളെ പ്രബോധനത്തിന് പോകാൻ വേണ്ടിയിട്ട് റസൂലത വരെ മുട്ടിയിട്ടുള്ള ഒരു സന്നദ്ധത. അതാണ് നമുക്ക് കാണുന്നത്. അങ്ങനെ ഓരോ പേര് നമ്മൾ കാണുന്നില്ല. അതെന്താ, നിങ്ങൾ ആലിമിനുണ്ട സയ്യിദന്മാർക്കുള്ള ഗുണം പറയുന്നത് അവരെ പരമ്പര ആരുണ്ടാവും? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിഅമത്താണ്, അത് പ്രത്യേകിച്ച്. അത് നമ്മൾ പറയുന്നതല്ല കേട്ടോ. അത്